Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. UK-യിൽ പൊതുതെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ വിജയപ്രതീക്ഷയുമായി ലേബർ പാർട്ടിയും കീർ സ്റ്റാർമറും. 14 വർഷത്തിന് ശേഷം ആദ്യമായി വോട്ടർമാർ ഒരു ലേബർ ഗവൺമെന്റിന് വിധിയെഴുതുന്നുവെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലായി 650 മണ്ഡലങ്ങളിലെയും പോളിംഗ് സ്റ്റേഷനുകൾ രാവിലെ 7 മുതൽ രാത്രി 10 വരെ ഉണ്ടാകും. ഇതിനുശേഷമാകും വോട്ടെണ്ണൽ ആരംഭിക്കുക. വെള്ളിയാഴ്ച പുലർച്ചെയോടെ ഫലപ്രഖ്യാപനം വന്നു തുടങ്ങും. 6 ആഴ്ചക്കാലം പ്രധാനമന്ത്രി ഋഷി സുനാക്കും പ്രതിപക്ഷ നേതാവ് കീർ സ്റ്റാർമറും പ്രചരണങ്ങൾ സംഘടിപ്പിച്ചതിന് ശേഷമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പ്രതീക്ഷയുടെയും അവസരങ്ങളുടെയും ഒരു പുതിയ യുഗം വരുന്നുവെന്നാണ് വൻ വിജയം പ്രതീക്ഷിക്കുന്ന കീർ സ്റ്റാർമർ പ്രതികരിക്കുന്നത്. വോട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഗവൺമെന്റ് രൂപീകരിക്കാൻ തയ്യാറാണെന്ന് ലേബർ നേതാവ് വ്യക്തമാക്കി. ഇന്നത്തെ തിരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ക്യാബിനറ്റ് ഉടൻ വിളിക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ മറുപക്ഷത്ത് കൺസർവേറ്റീവുകൾ ആശങ്കയുടെ മുൾമുനയിലാണ്. തോൽവി ഉറപ്പാണെങ്കിലും ഈ പതനത്തിന്റെ ആഴം എത്രത്തോളം ഭീകരമാകുമെന്നാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ജനം പോളിംഗ് ബൂത്തിലെത്തുന്നതിന് മുൻപുള്ള അവസാന അഭിപ്രായ സർവേയും ലേബറിന് വൻ വിജയം പ്രവചിക്കുന്നു. ബ്രിട്ടനിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കവേ ലേബർ പാർട്ടിക്ക് 212 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിക്കുന്നുവെന്ന് പ്രവചിച്ചുകൊണ്ട് യുഗോവ് സർവേ. ഏതൊരു പാർട്ടിക്കും 1832 ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. ഇത് യാഥാർത്ഥ്യമായാൽ പല സമീപകാല രാഷ്ട്രീയ റെക്കോർഡുകളും തകർക്കപ്പെടും എന്നതിൽ സംശയമില്ല. ചാൻസലർ ജെറമി ഹണ്ട് ഉൾപ്പെടെ 26 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 16 പേർ പരാജയപ്പെടുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. മുൻ ടോറി നേതാവ് സർ ഇയാൻ ഡൻകൻ, ഭാവിയിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മിറിയം കെയ്റ്റ്സ് എന്നിവരും പരാജയപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന വൻ നേതാക്കളുടെ ലിസ്റ്റിൽ ഉണ്ട്. യുഗോവ് സർവേ പ്രകാരം ലേബർ പാർട്ടിക്ക് 431 സീറ്റുകൾ ലഭിക്കും. ഇത് ചരിത്രത്തിൽ തന്നെ ലേബർ പാർട്ടിയുടെ റെക്കോർഡാണ്. ഇതിനു മുമ്പ് 1997 ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി നേടിയ 419 സീറ്റുകളാണ് ഇതുവരെയുള്ള റെക്കോർഡ്. അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലം യാഥാർത്ഥ്യമായാൽ പാർട്ടിയെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിച്ച നേതാവ് എന്ന ബഹുമതി സർ കീർ സ്റ്റാർമർക്ക് കൈവരും. നഴ്സിംഗ് ഏജൻസികളുടെയും കെയർ ഹോം ഉടമകളുടെയും കടുത്ത ചൂഷണമാണ് കെയർ വിസയിൽ UK-യിലെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്നത്. വാഗ്ദാനം ചെയ്ത ജോലിയും ശമ്പളവും തരാതിരുന്നതിനെതിരെ പ്രതിഷേധിച്ച കെയർമാരെ പിരിച്ചുവിടുന്ന നയമാണ് പലപ്പോഴും ഈ കൂട്ടർ സ്വീകരിക്കുന്നത്. ലക്ഷങ്ങളുടെ കടം മേടിച്ച് കെയർ വിസയിൽ UK-യിലെത്തുന്ന നഴ്സുമാർ അതുകൊണ്ട് തന്നെ ഏജൻസികൾക്കും കെയർ ഹോമുകൾക്കും എതിരെ ശബ്ദിക്കുന്നില്ല എന്നതാണ് ഈ കൂട്ടർക്ക് വളം ചെയ്യുന്നത്. എന്നാൽ താൻ നേരിട്ട അനീതിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിലും എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണലിൽ പരാതി നൽകി അനുകൂല വിധി സമ്പാദിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരനായ കിരൺ കുമാർ റാത്തോഡ്. ഇയാൾക്ക് നൽകേണ്ട ബാക്കി വേതനം നൽകാനാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. ഈ വിധി മലയാളികൾ ഉൾപ്പെടെയുള്ള കെയർ വിസയിൽ എത്തി ചൂഷണം നേരിടുന്നവർക്ക് അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ തുണയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UK-യിലെ കെയർ വിസയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ ചൂഷണം നടത്തുന്നതായുള്ള സംഭവങ്ങൾ വളരെ നാളുകളായി മാധ്യമങ്ങളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ഏജന്റുമാർ ഒരുക്കിയ ചതിക്കുഴിയിൽപ്പെട്ട് UK-യിലെത്തി ജോലിയും കൂലിയും ഇല്ലാതെ നിത്യവൃത്തിക്കായി ഫുഡ് ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്ന നിരാലംബരായ മലയാളികളുടെ ജീവിതകഥ BBC-യും ഗാർഡിയൻ ദിനപത്രവും പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇത്തരം കേസുകളിൽ എങ്ങനെ ഇടപെടണമെന്ന കാര്യത്തിൽ UK-യിലെ പോലീസിനും പരിമിതിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പണം തട്ടുന്ന കുറ്റവാളികൾ ഇന്ത്യയിലായിരിക്കും. തുടർച്ചയായി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഹോം ഓഫീസ് പല കെയർ ഏജൻസികളുടെയും ലൈസൻസ് റദ്ദാക്കിയിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലും അവിടെ ജോലി ചെയ്യുന്നവരാണ് ദുരിതത്തിലാകുന്നത്. അടുത്തിടെ ഇങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കെയർ ജീവനക്കാരോട് 60 ദിവസത്തിനുള്ളിൽ മറ്റൊരു ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ രാജ്യം വിടാനുമാണ് ഹോം ഓഫീസ് നിർദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നത അധികൃതർ ഉറപ്പു നൽകി. സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം പരശുറാം എക്സ്പ്രസിന് 2 കോച്ചുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. തിരക്കുള്ള മറ്റു ട്രെയിനുകളിലും ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്ലിയാൽ പറഞ്ഞു. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അവധിക്കാലങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തുന്നതിന് സഹായമാകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കും. ഇതുപ്രകാരം സ്പെഷ്യൽ സർവീസുകൾ നടത്താനും ഈ സർവീസുകൾ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പുകൾ നൽകാനും ധാരണയായി. ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. T20 ലോകകപ്പ് നേടി തിരിച്ചെത്തിയ ഇന്ത്യൻ ടീമിനെ സ്നേഹവായ്പകൾ കൊണ്ട് മൂടി മുംബൈയിലെത്തിയ ആരാധക സഹസ്രം. മുംബൈ വിമാനത്താവളത്തിലെത്തിയ രോഹിത് ശർമ്മയെയും സംഘത്തെയും വലിയ ആഹ്ലാദാരവങ്ങളോടെയാണ് ആരാധകർ വരവേറ്റത്. രോഹിത്, കോഹ്ലി, ദ്രാവിഡ്, ബുംറ തുടങ്ങി ഓരോരുത്തർ പുറത്തുവരുമ്പോഴും ആരാധകർ വലിയ ആഘോഷ പ്രകടനങ്ങൾ നടത്തി. വിശ്വകിരീടം നേടിയ ടീമിന് ആശംസകൾ അർപ്പിക്കാൻ മഴയെ വകവയ്ക്കാതെ ജനസാഗരമാണ് മുംബൈയിൽ രൂപപ്പെട്ടത്. മറൈൻ ഡ്രൈവ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിൽ വിക്ടറി പരേഡ് നടക്കും. തുടർന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വിജയാഘോഷ പരിപാടികൾ നടക്കും.
വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് സൗജന്യമായി പ്രവേശിക്കാൻ ആരാധകർക്ക് അനുമതിയുണ്ട്. അതിനിടെ വിശ്വകിരീടം ചൂടിയ ടീമിലെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും എയർലൈൻ വിസ്താര ആദരം നൽകി. ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ ടീമംഗങ്ങളെയും വഹിച്ച് മുംബൈയിലെത്തിയ വിസ്താര വിമാനത്തിന്റെ നമ്പർ UK 1845 എന്നതായിരുന്നു. വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറായ 18 രോഹിത് ശർമ്മയുടെ ജേഴ്സി നമ്പറായ 45 പ്രദാനം ചെയ്യുന്നു. ഇത് ലോക ഫുട്ബോളിലെ 2 സൂപ്പർ താരങ്ങൾ യൂറോ കപ്പ് ക്വാർട്ടറിൽ നേർക്കുനേരെത്തുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബാപ്പയും. യൂറോയിലെ ഹൈ വോൾട്ടേജ് മത്സരമാകുന്നത് നാളെ രാത്രി 12:30 മത്സരം. ലോക ഫുട്ബോളിലെ 2 വമ്പന്മാർ ഏറ്റുമുട്ടുന്നു എന്നൊരു ഹൈ വോൾട്ടേജ് മത്സരമാണ് യൂറോയുടെ പ്രത്യേകത. ഈ മത്സരം ശനിയാഴ്ച പുലർച്ചെയാണ് നടക്കുന്നത്. പ്രായം അക്കമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫുട്ബോളിലെ കിടിലൻ എംബപ്പയും തന്റെ ആരാധനാ പാത്രമാണ് റോണോ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് എംബപ്പെ. പക്ഷേ ആ ബഹുമാനമൊന്നും കളത്തിലുണ്ടാവില്ലെന്ന് ഉറപ്പ്. കഴിഞ്ഞ ലോകകപ്പ് കിരീടം നഷ്ടമായതിന് ചെറുതായെങ്കിലും സങ്കടം മാറണമെങ്കിൽ യൂറോ കിരീടം കിട്ടിയേ തീരൂ. പക്ഷേ ഫ്രാൻസ് ടൂർണമെന്റ് അത്ര പോരാ. ഇതുവരെ മികച്ചൊരു ബോൾ നേടാനായില്ല. സെൽഫ് ഗോളും പെനാൽറ്റിയുമൊക്കെയായി ആകെ കിതപ്പാണ്. മൂക്കിന് പരിക്കേറ്റ എംബപ്പയ്ക്കും തിളങ്ങാനാവുന്നില്ല. പക്ഷേ തന്റെ ആരാധനാ പാത്രത്തെ കണ്ട ആവേശത്തിൽ എംബപ്പെ കിടിലനായാൽ മത്സരം കടുക്കും. റൊണോയുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരു തകർപ്പൻ ഗോൾ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.47 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.